മോന് മുട്ട അവിയൽ ഇഷ്ടമാണോ? നമുക്ക് മുട്ട അവിയൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ മുട്ട അവിയൽ വെക്കാനായിട്ട് ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരു, മുരിങ്ങക്ക ഒരു ഇച്ചിരി, കുറച്ച് 4 കഷ്ണം, 4 പച്ചമുളക്, ഒരു മുറി സവാള, ഒരു പച്ച തക്കാളി, പഴുത്തല്ല, പഴുത്ത് വരുന്നേ ഉള്ളൂ ആ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞാകട്ടോ ഒച്ച ഉണ്ടാക്കുന്നേ. അവന് തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നത് വേണമെന്നും പറഞ്ഞ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ട അവിയൽ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. ചക്കക്കുരു ഇതിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. കേൾക്കുന്നുണ്ടോ? ചക്കക്കുരു ഇട്ടു. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ചക്കക്കുരു വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി തീ ഇട്ടു. സ്റ്റവ് കത്തിച്ച് ഇതൊന്ന് വേകട്ടെ. ഈ പച്ചക്കറി ഇടണോ? ഇടാം കേട്ടോ. അടച്ചു വെക്കാം. ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരാളിവിടെ എനിക്ക് അവിയൽ വെക്കാൻ കൂട്ടിരിക്കുക കേട്ടോ, എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് കേട്ടോ. എനിക്ക് അവിയൽ വെക്കാൻ അടുപ്പിന്റെ അടുക്ക വന്ന് കൂട്ടിരിക്കുക. എന്തോ കത്തിപ്പോകത്തില്ലല്ലോ. പാത്രം എങ്ങനെയാ കത്തിപ്പോകുന്നത്? കത്തിപ്പോവില്ല കേട്ടോ. എന്തോമനെ? തേങ്ങ അരച്ച് വെക്കാം കേട്ടോ. ഇത് ജീരകം, തേങ്ങയും ജീരകവും കൂടെ നമുക്ക് സാധാരണ അവിയലിന് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കണം. ഇത്തിരി അരങ്ങി പോലെ ഞാൻ അരച്ചിട്ട് വരാം. നോക്കട്ടെ. വെന്തോ നോക്കട്ടെ. നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ചൂട് കൊണ്ട് തൊടാൻ വയ്യ മോനെ. ഇനി നമുക്കിതിലേക്ക് എന്തോ ഇട്ട് കൊടുക്കണം? മുരിങ്ങക്ക, കുറച്ച് മുട്ടയല്ല, മുരിങ്ങക്ക, പച്ചമുളക്, ഈ സവാള, തക്കാളി, ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം പോരാ. അപ്പം നമുക്ക് ഇച്ചിരി മുട്ട ഇടണ്ട. ഇപ്പം നമുക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരാം. വേവട്ടെ, മുട്ട വേവണ്ടേ? അവിയലാക്കട്ടെ. അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കെന്നും പറഞ്ഞോണ്ട് വഴക്കുണ്ടാക്കുക. തരാം. ഇത് വേവട്ടെ. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തോ ഇട്ട് കൊടുക്കണം? മഞ്ഞപ്പൊടി, ഉപ്പും ഇട്ട് അടച്ചു വെച്ച് തരാം. മഞ്ഞപ്പൊടി ഇട്ടു. ഇനി എന്തോ ഇടണ്ടേ? ഉപ്പ്, കുറച്ച് ഉപ്പ് മതി, ഇച്ചിരി കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഒക്കെ മുളക് പൊടിയും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് മതി, എരിവുള്ള പച്ചമുളകാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇച്ചിരി മുളക് പൊടി മതി. നമുക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. വേകട്ടെ. നമുക്കിത് വെന്തോന്ന് നോക്കാം. വേഗിയോന്നാ ചോദിക്കുന്നത്. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഒരിത്തിരി കൂടെ ഒന്ന് വെള്ളം വറ്റിക്കട്ടെ. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. അന്നേരം നമ്മൾ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ ഒരു മുട്ട നമ്മൾ മുറിച്ചിട്ട് അതിൻ്റെ മഞ്ഞ ഇങ്ങെടുക്കുക. ഒരു മുട്ടയുടെ മഞ്ഞ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവേ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഉടച്ച് ചേർക്കും. അതിൽ ആ മുട്ടയുടെ ടേസ്റ്റ് ഒന്ന് വന്നോട്ടെന്ന് വെച്ചിട്ടാണ്. ഒരു ഇത്തിരി വെള്ളം കൂടെ വറ്റിയിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് വേഗി അരപ്പിട്ട് കൊടുക്കാവേ. തേങ്ങയും ജീരകവും കൂടെ അരച്ചതാണ്. അതിട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി ഈ അരപ്പൊന്ന് വെന്ത് വരട്ടെ. ആ അരപ്പൊന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ മുട്ടയും ഇത് 4ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുവാണ് ഞാൻ. അതും ഇട്ട് കൊടുക്കാം. മഞ്ഞ അടന്നു പോകും മിക്കവാറും. നല്ല അടകാതിരിക്കാൻ നമുക്കത് അത്ര ഭയങ്കരമായിട്ട് ഇളക്കാതിരുന്നാൽ മതിയേ. നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. പിന്നെ അമ്മ വയസ്സാകുമ്പോഴും മോനുണ്ടാക്കി തരുമല്ലോ. നമ്മുടെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് അടച്ചൊന്ന് വെച്ചേക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയല കേട്ടോ. വെച്ച് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണം.